ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചൈനയിലെ ബസ് സ്റ്റോപ്പുകളാണ്. ചൈനയിലെ ഏത് സ്ഥലത്ത് പോയാലും ബസ് സ്റ്റോപ്പുകൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ബസ് സ്റ്റോപ്പുകൾ ചെറുതും വലുതും ആവാം, പക്ഷേ സാധാരണ കൺസ്ട്രക്ഷൻ ഇതുപോലെയാണ്. കണ്ട ഒരു സിമ്പിൾ ബസ് സ്റ്റോപ്പായിട്ട് തോന്നും, പക്ഷേ അതിൻ്റെ അകത്തും അവർ കുറേ ടെക് ഉപയോഗിച്ചിട്ടുണ്ട്. ചില ബസ് സ്റ്റോപ്പുകളിൽ ഇതുപോലെ സ്ക്രീനുകൾ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ മുകളിലത്തെ സ്ക്രീനിൽ പരസ്യങ്ങളാണ്, താഴത്തെ സ്ക്രീൻ ടച്ച് സ്ക്രീനാണ്. ആ ടച്ച് സ്ക്രീൻ ഉപയോഗിച്ച് നമുക്ക് ബസ്സിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാം. ഇതുപോലെ ബസ് നമ്പർ അടിച്ചു കൊടുത്താൽ ബസ്സിൻ്റെ ഫുൾ റൂട്ട് മാപ്പ് കാണാം. അപ്പോൾ നമുക്കുള്ള സ്റ്റോപ്പ് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ബസ്സിനെ പറ്റി ഇൻഫർമേഷൻ മാത്രമല്ല, ഈ സിറ്റിയിൽ ഏതൊക്കെയാണ് മെയിൻ അട്രാക്ഷൻ അതിനെ പറ്റിയുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷനും പിന്നെ കുറച്ച് ഫോട്ടോസും കൊടുത്തിട്ടുണ്ട്. ആ അട്രാക്ഷനിലോട്ട് പോകാനുള്ള മാപ്പ് വരെയും ഈ സ്ക്രീനിൽ കാണാം. ചില സ്റ്റോപ്പിൽ ബസ്സിൻ്റെ ലൈവ് ട്രാക്കിംഗ് ഉണ്ട്. അത് വെച്ച് നമുക്ക് ബസ് ഏകദേശം എത്ര മിനിറ്റിൽ വന്നെത്തുമെന്ന് അറിയാൻ പറ്റും. പിന്നെ ഇവിടുത്തെ എല്ലാം ബസ് സ്റ്റോപ്പിലും സെക്യൂരിറ്റി ക്യാമറാസും ഉണ്ടാവും. ഈ ബസ് സ്റ്റോപ്പുകൾ ഇവിടുത്തെ സിറ്റി ബസ്സിന് വേണ്ടിയാണ്. അതായത് ഈ ബസ് ഉപയോഗിച്ച് നമുക്ക് സിറ്റിയിൽ എവിടെ വേണമെങ്കിലും പോവാം. പക്ഷെ വേറൊരു സിറ്റിയിലോട്ട് പോകാൻ വേണ്ടി ഇവിടുത്തെ ലോങ് ഡിസ്റ്റൻസ് ബസ് ഉപയോഗിക്കേണ്ടി വരും. അതിന് പ്രത്യേകിച്ച് സ്റ്റേഷനുകളുണ്ട്. ഈ ബസ് ഉപയോഗിച്ച് നമുക്ക് ആ സ്റ്റേഷനിൽ പോയി അവിടുന്ന് ലോങ് ഡിസ്റ്റൻസ് ബസ് പിടിക്കാം. അത് ഇതുപോലത്തെ വലിയ ബസ്സുകളായിരിക്കും.